എൻ്റെ പേര് ഐനിമോൾ സാജു. ഞാൻ പിറവത്തുനിന്ന് വരുന്നു. ഞാൻ 2019 ഈ പുണ്യഭൂമിയിലേക്ക് കടന്നു വരുന്നത്. അന്ന് ഞാൻ സൗദി അറേബ്യയിൽ നഴ്സായി ജോലി ചെയ്ത് വെക്കേഷൻ വന്നപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥനയൊക്കെ കൂടി ഉടമ്പടി എടുത്തു. പക്ഷേ എനിക്ക് ആ ഉടമ്പടി നന്നായിട്ട് എനിക്ക് ചെയ്തുകൊണ്ട് പോകാൻ പറ്റിയില്ല. ഉടമ്പടി മുടങ്ങിപ്പോയി. അത് കഴിഞ്ഞ് ഞാനിവിടെ പ്രാർത്ഥനയ്ക്ക് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥനയ്ക്ക് കടന്നു വന്നു. എനിക്ക് 3 വർഷമായിട്ട് എൻ്റെ കാലിന് മുട്ടിന് താഴേക്ക് 2 കാലും നീര് വയ്ക്കും. നീര് വെച്ച് ചുമന്ന് വന്നു. അപ്പം അവിടെ ഡോക്ടറെ കാണിച്ചു, മെഡിസിനെ കഴിച്ചു. പക്ഷെ ഒന്നും സൗഖ്യമായില്ല. ഞാൻ ആ വെക്കേഷൻ 2019 ഇവിടെ കടന്നു വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു ചൊവ്വാഴ്ച ദിവസം അച്ഛനിവിടെ മെസ്സേജ് പറയുകയാണ്, ഡയഗ്നോസ് ചെയ്യപ്പെടാത്ത ഒരു അസുഖം, കാലിന് ചുമപ്പും നീരുമായിട്ടുള്ളൊരു വ്യക്തി ഇവിടെ ഉണ്ട്, അവർക്ക് സൗഖ്യം ലഭിച്ചിരിക്കുക. അപ്പോൾ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തു പോയപ്പോൾ എൻ്റെ ജീവിത പങ്കാളിയോട് ഞാൻ പറഞ്ഞു, വണ്ടിയിൽ കയറിയിരുന്നപ്പോൾ ഇത് എനിക്ക് തന്ന സൗഖ്യമാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് തന്ന സൗഖ്യമായിട്ട് തന്നെ ഞാൻ ഏറ്റെടുത്തു. അത് മാതാവ് എനിക്ക് തന്ന സൗഖ്യമാണ്. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ ചുമപ്പ് അങ്ങ് കാലിൽ നിന്ന് മങ്ങിപ്പോയി. ഇന്നേ വരെ, ഈ നിമിഷം വരെ പിന്നെ ആ ഒരു അസുഖം ഉണ്ടായിട്ടില്ല. അതിന് ഞാൻ മാതാവിന് നന്ദി പറയുന്നു. അതുപോലെ രണ്ടാമത്തെ സാക്ഷ്യം എനിക്ക് പറയാനുള്ളത്, ഞാനൊരു നേഴ്സാണ്. UK പോകാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 6 പ്രാവശ്യം OET എഴുതി ഫെയിലായി. അപ്പോൾ ആദ്യത്തെ ഉടമ്പടി ഒത്തിരി നേരെ ഒന്നും നോക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ രണ്ടാമത് കഴിഞ്ഞ മാർച്ച് മാസം 6-ാം തീയതി ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. അപ്പോൾ 10-ാം തീയതിയാണ് റിസൾട്ട് വരുന്നത്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞിട്ട് പോയി, മാതാവേ ഇതിനെങ്കിലും ഒന്ന് പാസ്സാക്കണം, 6-ാമത്തെ പ്രാവശ്യം, ഒത്തിരി പൈസയ്ക്ക് OET എഴുതണമെങ്കിൽ ഒത്തിരി പൈസ വേണം. പക്ഷേ ആ പ്രാവശ്യവും ഞാൻ ഫെയിലായി. പിന്നെ എൻ്റെ ജീവിത പങ്കാളിയോട് ഞാൻ പറഞ്ഞു, ഇനി ഞാൻ എഴുതുന്നില്ല. പുള്ളി പറഞ്ഞു, നീ മാതാവിനോട് ഉടമ്പടി എടുത്തല്ലേ, നീ ഒന്നോട് പോയി IELTS എഴുതി നോക്ക്, എന്തായാലും സാമ്പത്തികം ഇത്രയൊക്കെ ബുദ്ധിമുട്ടായി, എല്ലാ കാര്യങ്ങളും ഇതാണ്, അതുകൊണ്ട് നീ IELTS എഴുതി നോക്ക്. പക്ഷേ ഞാൻ മാർച്ച് 26-ാം തീയതി IELTS എക്സാം എഴുതാൻ പോയി. എനിക്ക് മാർച്ച് 1-ാം തീയതി സ്വപ്നത്തിൽ 4 നോഡുകളിലും മാർക്കിട്ടാണ് എനിക്ക് സ്വപ്നം കണ്ടതെന്ന് മാതാവ് കാണിച്ചത്. ആ സെയിം മാർക്ക് എൻ്റെ IELTS എക്സാമിന് എനിക്ക് തന്ന് മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ജീവിത പങ്കാളി 6 മാസമായിട്ട് നാട്ടിലെ വിസ എക്സിറ്റ് അടിച്ച് വരാൻ വേണ്ടി സ്പോൺസർഷിപ്പിൽ ഇത്തിരി പ്രശ്നങ്ങളുണ്ടായത് മൂലം ഇക്കാമ റിന്യൂവായി വന്നില്ല. അതുകൊണ്ട് 6-7 മാസമായിട്ട് ആൾ സൗദി അറേബ്യയിൽ സ്റ്റക്കായിരിക്കുമായിരുന്നു. ഇങ്ങോട്ട് നാട്ടിലേക്ക് കടന്നു വരാൻ ഒരു രക്ഷയില്ല. അങ്ങനെ കുറേ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഓരോ ദിവസവും പുള്ളി വെട്ടി പാക്ക് ചെയ്ത് തരും, സ്പോൺസർ ഇപ്പം തന്നെ ഇക്കാമ റിന്യൂ ചെയ്ത് തരുമെന്ന് പറഞ്ഞു. പക്ഷേ ഒന്നും ആയില്ല. കഴിഞ്ഞ തിങ്കൾ, ചൊവ്വ, ബുധൻ ഞാൻ തിങ്കളാഴ്ച രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ ഞാൻ സമയത്തിന്മേ നിങ്ങൾക്ക് ഒത്തിരി അധികാരമുള്ളതല്ലേ, ഞാൻ എന്തോരം ആൾക്കാരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നു, പക്ഷേ എനിക്ക് മാത്രം എന്തൊന്നും ചെയ്തു തരാത്തെ, ഈ കാര്യത്തിലൊരു തീർപ്പ് കൽപ്പില്ല. അതുകൊണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, ബുധനാഴ്ച വരെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഞാൻ 3 ദിവസത്തെ കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് എനിക്ക് സഹായിച്ചു തരണം. ബുധനാഴ്ച ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ ചൊല്ലി 10:30 ആയപ്പോഴത്തേക്കും ടൗണിലേക്ക് പോകാമെന്ന് ഓർത്ത് ഞാൻ അപ്പോൾ കബോർഡ് തുറന്നപ്പോൾ മാതാവ് ഇരിക്കുന്നു. അപ്പോൾ മാതാവിനോട് ചുമ്മാ പറയുക, മാതാവ് എന്നെ നീ എന്നോട് പ്രാർത്ഥിച്ച എല്ലാം നേടിത്തന്ന് നീ എനിക്ക് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാൻ ഈ ഒരു കാര്യമാണ് ചോദിക്കുന്നുണ്ട്, അതും കൂടെ നീ എനിക്ക് നേടിത്തരണം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ മൊബൈലിൽ മെസ്സേജ് വന്നു. അപ്പം ഞാൻ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞാൻ മെസ്സേജ് എടുത്ത് നോക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഫോർവേഡ് ചെയ്തേക്കാണ്, വിസ എക്സിറ്റ് അടിച്ചിട്ടുണ്ട്. ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു, ആര് എക്സിറ്റ്? പുള്ളി പറഞ്ഞു, എനിക്കറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, എന്തായാലും മാതാവ് ചേട്ടാ ഇത് തന്നേക്കുന്നത്, ചേട്ടാ അത് അങ്ങനെ തന്നെ അംഗീകരിച്ച് പ്രാർത്ഥിക്കുക, ഞാനിവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ കഴിഞ്ഞ ശനിയാഴ്ച ദേശത്തേക്ക് കടന്നു വന്നു. ഇന്ന് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് സാക്ഷ്യം പറയാൻ വേണ്ടി.